കുറെ നേരം ആയല്ലോ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തോ ഇപ്പൊ നിന്നെ കാണാൻ കൂടുതൽ ഭംഗിയുണ്ട്. എടി, നീ പറഞ്ഞ് വിശ്വസിക്കത്തില്ല. വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ പറയാറ്. എന്നിട്ട് വല്യമ്മ എനിക്ക് ചായ കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ ഞാൻ സ്വപ്നം കണ്ട് കിടക്കായിരുന്നു. ആ സ്വപ്നത്തില് അനാമിക അവളുടെ അച്ഛനൊപ്പം വന്ന് നിനക്ക് കംപ്ലൈന്റ് തരുന്നതും, അനാമിക അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞാനും അവന്തികയും തമ്മിലുള്ള നിശ്ചയം അലമ്പുന്നതും, അതിനുശേഷം പരാതി കിട്ടിയെന്ന ബലത്തില് നീ വരുന്നതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും അനാമിക അവളുടെ അച്ഛനും കൂടെ വന്നല്ലോ പരാതി തരാനായിട്ട്. അത് ഞാൻ നിന്റെ മുത്തച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു. അതെ, എങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവത്തെ. നിശ്ചയം മുടങ്ങണമെന്ന് നിനക്കും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ചിലപ്പോ നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് സ്വപ്നത്തിൽ തെളിയില്ലേ? 100% സത്യം. നിനക്കറിയില്ല, ഇന്ന് എന്റെ അച്ഛനും അമ്മയും എന്നെ ഒഴിവാക്കി നിന്റെ വീട്ടിലോട്ട് വന്ന ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത് ഭയങ്കര വിഷമത്തോടെയാ. അതിനിടയില ആ അനാമികയും വേണും കൂടി വന്ന് പരാതി തന്നത്. എനിക്ക് കുറച്ച് കഴിഞ്ഞു വേണമെങ്കിൽ നിന്റെ മുത്തശ്ശനെ വിളിക്കായിരുന്നു, പക്ഷെ ഞാൻ അപ്പൊ തന്നെ വിളിക്കായിരുന്നു. ഏതായാലും വിവാദമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എടീ, നീ ഞാനും കൂടി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തെന്ന വീട്ടിലുള്ളവരുടെ എല്ലാം വിശ്വാസം. പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും എന്റെ ജീവിതത്തിൽ നീ അല്ലാതൊരു പെണ്ണില്ലെന്ന് മുത്തശ്ശനെ സാക്ഷിയാക്കിയാ ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് ഇനി പെട്ടെന്നൊന്നും എന്റെ അവധികളുടെ നിശ്ചയം നടത്തണമെന്ന് ആരും പറയില്ല. മറ്റൊരു പെൺകുട്ടി എനിക്ക് വേണ്ടി കണ്ടെത്തത്തുമില്ല. പക്ഷേ ഇപ്പൊ പ്രശ്നം നിന്റെ ഭാഗത്താ. നവീൻ ഒരു ഭീകരജീവിയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുക. നവീൻ ഏട്ടൻ ഒരു ഭീകരജീവിയൊന്നും അല്ലല്ലോ, നിന്റെ എന്റെ നല്ലൊരു സുഹൃത്തല്ലേ? സുഹൃത്തിപ്പോ കല്യാണാലോചനയായിട്ട് നിന്റെ വീട്ടിൽ ചെന്നില്ലയോ?